അപ്പോൾ എമ്പുരാനെ പറ്റിയുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ച് മോഹൻലാലിനെ കാണുന്നത് അവർക്ക് ദേഷ്യമാണ്. ചിലർക്കും ഇല്ല, ചിലവർക്കൊക്കെ. ഇപ്പം മോഹൻലാലിൻ്റെ പടം 50 കോടി തകച്ചെന്ന് പറഞ്ഞാൽ അവർ പറയും തള്ളാണെന്ന് പറയും, 100 കോടി തകച്ചെന്ന് പറഞ്ഞാൽ തള്ളാന്ന് പറയും. ഇപ്പം ചിലവരൊക്കെ പറയുന്നത് ആൻ്റണി പെരുമ്പാവൂർ അവർ സ്വന്തമായിട്ട് കാശെടുത്ത്. ആൻ്റണി പെരുമ്പാവൂർക്ക് എന്താ വട്ടെന്നറിയാം, സ്വന്തമായിട്ട് കാശ് കൊടുത്ത് ടിക്കറ്റെല്ലാം വാങ്ങിക്കൂട്ടാൻ ആൻ്റണി പെരുമ്പാവൂർക്ക് തലയ്ക്ക് എന്താ ഓളമാണ്. ടിക്കറ്റെല്ലാം മേടിച്ച് കൈ വെക്കുക, എന്നിട്ട് നമ്മൾ ടിക്കറ്റിന് ചെല്ലുമ്പോൾ ടിക്കറ്റ് ഇല്ല. എന്താ മണ്ടത്തരം പറയുന്നത് അറിയില്ല. പക്ഷേ മമ്മൂട്ടി ഫാൻസ് എന്ന് പറയാൻ തന്നെ നമുക്ക് അവമാനമുണ്ട്. അവർ മമ്മൂട്ടിയുടെ ഫാൻസ് ആണോ എന്നറിയില്ല. ഇനിയും പുള്ളിയെ പറയിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുള്ളതാണോ എന്നറിയില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി, മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി, മോഹൻലാലും പൃഥ്വിരാജിനും ഒക്കെ കൃത്യമായിട്ട് സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് സന്ദേശം കൊടുത്തുകൊണ്ടാണ് മമ്മൂട്ടി വന്നിരിക്കുന്നത്. അത് തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് കൃത്യമായിട്ട് അറിയാം, മലയാള സിനിമയെ സ്നേഹിക്കുന്നതാണ് മമ്മൂട്ടി. അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായ മമ്മൂട്ടിയെ പോലുള്ള സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം സന്തോഷമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ചിലവർ ഇവിടെ താഴെ കിടന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടിയുടെ പേരിൽ എന്താ പറയുന്നത്, മമ്മൂട്ടി കൃത്യമായിട്ട് സന്ദേശം കൊടുക്കുന്നു. മമ്മൂട്ടിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മമ്മൂട്ടി, മോഹൻലാൽ മലയാള സിനിമയിലെ 2 നെടുംതൂണുകളാണ്. അപ്പോൾ അദ്ദേഹം സന്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് അടിക്കടി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നാളെയാണ് കൊടിയേറ്റ്. അപ്പം കൊടിയേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറാട്ടോട് തന്നെ ഉത്സവം ഗംഭീരമാകും അല്ലേ. അപ്പം നാളെ 6 മണിക്ക് എമ്പുരാൻ റിലീഫാവുകയാണ്. അതിന് മുന്നോടിയായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെന്ന് കിടന്ന് കറങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. പൃഥ്വിരാജ് ഇൻ്റർവ്യൂ പറഞ്ഞത്രേ എമ്പുരാനിൽ മോഹൻലാലിന് 41 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അത് എടുത്തു വെച്ച് ചിലവർ അലക്കുന്നുണ്ട്. എന്ത് 3 മണിക്കൂറിൻ്റെ ചിത്രത്തിൽ മോഹൻലാലിന് വെറും 41 മിനിറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ചിലവരിത് നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള പരിപാടി നടത്തും. അപ്പം ഞാൻ അവരോട് പറയാനുള്ളത്, പൃഥ്വിരാജ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ലൂസിഫറിലും മോഹൻലാലിന് 41 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ലൂസിഫറിൽ മോഹൻലാലിന് 41 മിനിറ്റേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിയോ? ഇല്ല. അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാനൊരു സംവിധാനം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. അപ്പം ആവശ്യമുള്ള ഘട്ടത്തിൽ മോഹൻലാലിനെ ഇറക്കി വെക്കുക. മോഹൻലാൽ വരണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സമയത്താണ് ആ എൻട്രി ഉണ്ടാകുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ എൻട്രി എനിക്കൊന്നും ഹൈപ്പുണ്ട്. താഴത്ത് നമ്മുടെ ആദ്യത്തെ തുടക്കം നമ്മളെടുക്കാം. എല്ലാവരും സ്റ്റീഫൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എന്തോ ഒരു വലുത് വരാൻ കിടക്കുന്നു. ഹൈപ്പ് കൊടുത്തതിന് ശേഷം ചിലപ്പം 10-15 മിനിറ്റ് ആയിരിക്കും ഹൈപ്പ് കൊടുക്കുന്നത്. വരുന്നത് 5 മിനിറ്റേ ഉള്ളൂ. സ്റ്റീഫൻ്റെ ആ വരവ്, വണ്ടി തടയുന്ന സ്റ്റീഫൻ നടന്നു വരുന്നു, അവിടെ മതി. അപ്പോഴത്തേന് ഒരുപക്ഷെ ചിത്രം അരമണിക്കൂർ കഴിയും. പക്ഷെ മോഹൻലാൽ വന്ന് കുറച്ച് നേരം. അങ്ങനെയാണ് പടം അറിയാവുന്ന സംവിധായകർ എടുക്കുന്നത്. ആവശ്യമുള്ളിടത്ത് ഈ അമൃതാണെങ്കിലും അധികമായ അമൃതും വിഷവും കേട്ടിട്ടില്ലേ? അതുതന്നെയാണ് കാന്താരി എന്നതിനധികം അല്ലേ, ഇച്ചിരി പോലെ അന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ നടക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മോഹൻലാൽ ഒരു 3 മണിക്കൂറിൻ്റെ ചിത്രത്തിൽ 3 മണിക്കൂറും മോഹൻലാൽ അഭിനയിച്ചാലൊന്നും ആ പടം ശരിയാവണമെന്നില്ല. പക്ഷേ ലാലേട്ടൻ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ലാലേട്ടൻ വന്നാലുണ്ടല്ലോ, നമ്മൾ എണ്ണിച്ച് നിന്ന് കൈയിരിക്കും. അതാണ് ഒരു സംവിധായകൻ്റെ കല, സിനിമ എന്ന് പറയുന്നത്. തിരക്കഥാകൃത്ത് ഇന്നിടത്ത് ഇപ്പം നമ്മൾ ഈ സീരിയലൊക്കെ കാണുമ്പോൾ തന്നെ, സീരിയൽ വേണ്ട, ചില കഥകൾ വായിക്കുമ്പോഴേ നായകനോ നായികയോ അല്ലെങ്കിൽ അവർക്കൊരു നായകൻ്റെ ആവശ്യമുണ്ട്. വില്ലന്മാരാൽ ചതച്ചരച്ച ഒരു കുടുംബം, അവിടെ കാണുമ്പോൾ നായകൻ്റെ എൻട്രി. അവിടെ വന്ന് ആ വില്ലന്മാരെ അടിച്ചു കൊടുക്കുമ്പോഴാണ് നായകരാകുന്നത്. അവിടെ എല്ലാവരും ആഗ്രഹിക്കും
ഒരു നായകൻ പറയണം, ഇവന്മാർക്ക് 2 കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വരുമ്പോഴേ ശരിയാകത്തുള്ളൂ. അത് തന്നെയാണ് സിനിമ എന്ന് പറയുന്ന സാധനം. അപ്പോൾ മോഹൻലാൽ എപ്പോഴും വരില്ല. മോഹൻലാൽ 5 മിനിറ്റ് വരണമെങ്കിൽ ഒരു പക്ഷേ 20 മിനിറ്റ് ഹൈപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ 5 മിനിറ്റ് വരത്തുള്ളൂ. ആ 5 മിനിറ്റിൽ മോഹൻലാൽ അവിടെ എത്തണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കും, അവിടെ എത്തും. അതുതന്നെയായിരിക്കും പൃഥ്വിരാജിൻ്റെ തന്ത്രം. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഇതിനും 41 മിനിറ്റ് മാത്രമേ ലാലേട്ടൻ അഭിനയിക്കത്തുള്ളൂ എന്ന്. പക്ഷേ 41 മിനിറ്റ് അഭിനയിച്ചാലും ലൂസിഫർ പോലെ തന്നെ മോഹൻലാൽ ചിത്രമായി മാറ്റാനുള്ള കഴിവ് പൃഥ്വിരാജുണ്ട്. പിന്നെ നമ്മൾ ഈ പൃഥ്വിരാജിൻ്റെ കഴിവ് എന്ന് പറയുമ്പോൾ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തെ ചിത്രമാണ്. പക്ഷേ അതിനകത്ത് അഭിനയിച്ച ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രാധാന്യമുണ്ട്. 1 മിനിറ്റിൽ വന്നാലും ചില ആൾക്കാരൊക്കെ മോഹൻലാലിനോടൊപ്പം നടന്നു വരുന്നതേ ഉള്ളൂ, പക്ഷെ അവർക്കും നമ്മൾ ഓർത്തിരിക്കുമെന്നുള്ളതാണ്. ഇതുപോലെ ബൈജു, നമ്മുടെ സഹദേവൻ ആയിട്ട് ഷാജോൺ എനിക്ക് തോന്നുന്നു സഹദേവൻ കഴിഞ്ഞ ശേഷം ദൃശ്യത്തിലെ സഹദേവൻ കഴിഞ്ഞ് ഏറ്റവും മികച്ച റോളാണെന്ന് തോന്നുന്നു ലൂസിഫറിൽ. പക്ഷെ അവർക്ക് വലിയ റോളുണ്ടോ? ഇല്ല. പക്ഷെ ബൈജു ഒക്കെ എന്ന് പറഞ്ഞാൽ 1-2 ഡയലോഗ്, പക്ഷെ അതുകൊണ്ട് ബൈജുവിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പണത്തിനകത്ത് മൊത്തം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും. അതുപോലെ വർമ്മ, സായികുമാർ പ്രത്യേക റോളില്ല, പക്ഷെ 1-2 ഡയലോഗേ ഉള്ളൂ. ആ രീതിയിൽ നിറച്ച് നിർത്താനും ഒക്കെ ഈ നമ്മുടെ പൃഥ്വിരാജിന് കഴിയും. അതുപോലെ ചെറിയ കഥാപാത്രങ്ങൾ ഒത്തിരിയുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നു, ബാലയുണ്ട്, ഫാബു ഉണ്ട്, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴേ അവരെ ഓർത്തിരിക്കുന്നു. പിന്നെ അങ്ങനെ ചിലവരുണ്ട്, നമ്മൾ ചെറിയ റോളിൽ വന്നിട്ട് പോയാലും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പൃഥ്വിരാജ് അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓർത്ത് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരൊന്നും ടെൻഷൻ അടിക്കണ്ട. കാരണം 41 മിനിറ്റ് ആയാലും നമ്മളെ കണ്ടിട്ടുള്ളതാണ്. കാരണം സമ്മർ ഇൻ ബേദൽഹേം എന്ന് പറയുന്ന ചിത്രം നല്ലൊരു ചിത്രമായിരുന്നു. തമാശ നിറച്ച് നമ്മുടെ ജയറാമും സുരേഷ് ഗോപിയും കലാമണിയൊക്കെ നിറഞ്ഞാടിയ ചിത്രം, മഞ്ജു വാര്യരൊക്കെ. പക്ഷേ ലാസ്റ്റ് 5 മിനിറ്റ് അത്രയും നേരം അഭിനയിച്ചവരെല്ലാം മണ്ടന്മാരാക്കി ആ ലാസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് നിരഞ്ജൻ കൊണ്ടുപോയി ചിത്രം. അതാണ് ലാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പവർ. അതുകൊണ്ട് ഈ 41 മിനിറ്റൊന്നും വേണ്ട, പുള്ളിയെ സംബന്ധിച്ച് 5 മിനിറ്റ് മതി. അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് 5 മിനിറ്റ് മതിയെന്ന്, അതാ ആ പടം അവൻ്റെ കൂടെ പോകും. അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഈ സ്ഥിരമായിട്ട് ഇത് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സ്ഥിരമായിട്ട് ചില കമൻറ്റുകളൊക്കെ കണ്ടു, ലാലേട്ടന് 41 മിനിറ്റേ ഉള്ളൂ, അല്ലാതെ എമ്പുരാൻ ലാലേട്ടൻ്റെ പടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവരോട് എനിക്ക് പറയാൻ ഇതൊക്കെ ഉള്ളൂ. നാളെ ചിത്രം കണ്ടതിന് ശേഷം പറയാം. അപ്പം ലാലേട്ടൻ, പൃഥ്വിരാജ്, ടൊവിനോ, മഞ്ജു വാര്യരെല്ലാം ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി ഇതെല്ലാം സന്ദർശനം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചൊരു വളരെ ജോളിയായിട്ട് എല്ലായിടും സന്ദർശിച്ചതിന് ശേഷം ഇന്ന് കൊച്ചിയിലെത്തുകയാണ്. ഇന്നാണ് മുനക്കാളി. എനിക്ക് തോന്നുന്നു, ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത്, നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കാലം, പരസ്യ പ്രചരണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ പ്രചാരണമെല്ലാം തീർക്കുന്നതല്ലേ, പരസ്യ പ്രചാരണമൊക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള ആ വലിയ നേതാക്കന്മാരെ കൊടുത്തിരുന്ന് പ്രചരണം നടത്തിയിട്ട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഇതാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇന്ന് വൈകുന്നേരം മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ കൊച്ചിയിൽ വരുന്നു. നാളെ അവർ കൊച്ചിയിൽ തന്നെ സിനിമ കാണാൻ കയറുമെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. കവിത തിയേറ്ററിലായിരിക്കും മോഹൻലാൽ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഒരു വശത്ത്, കവിതയിൽ നിന്നും എനിക്ക് തോന്നുന്നു, എന്തിനു പറയുന്നു, എല്ലാ തിയേറ്ററിലും ഇത് തന്നെ. 750 തിയേറ്ററിലും കണ്ടുണ്ട്, അല്ലാതെ വേറെ ഒരു ചിത്രമില്ല. എല്ലാ തിയേറ്ററിലും ഇത് തന്നെ. ഇനി എത്ര ദിവസം അത് നിർത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പുതിയ പടം ഇറങ്ങുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ ഹൈപ്പ് അങ്ങ് വളരെ വലുതാണ്. ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 50 കോടി കടന്നിരിക്കുകയാണ് ആദ്യ ദിന കളക്ഷൻ.
അതുപോലെ മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 11 കോടി ഫ്രീ ഫയർ കടന്നു. അപ്പം നാളെയാണ് പുതിയ പുതിയ ചരിത്രങ്ങളൊക്കെ എഴുതുന്നത്. ആ ചരിത്രങ്ങൾ എഴുതാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ചരിത്ര നിമിഷത്തിന് വേണ്ടി മലയാള സിനിമയും എല്ലാം കാത്തിരിക്കുകയാണ്. അപ്പം നാളെ എല്ലാവരും ചിത്രം കാണാൻ തയ്യാറായിക്കും. ഞാൻ ഇതിനു മുമ്പ് അടുത്ത് കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അപ്പം ചിത്രത്തിന് മുന്നോടിയായിട്ടൊരു വീഡിയോ എത്തുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.